ഹലോ ഗായ്സ്, നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഓഫ് ക്യാമറയിൽ നിന്ന് എക്സ്പ്ലോറിങ്ങിന് പോയി. എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം ഇതാക്കി നമ്മുടെ കണ്ടാൽ ഒരു ഹോസ്, പിന്നെ അതിന് ഇത്, പിന്നെ അവിടെ കുറേ ട്രീ ആയിരുന്നു, പിന്നെ കുറേ ബീട്രൂട്ട് എല്ലാ സീഡും നമ്മളിവിടെ ഫാർം ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെതാ ഇത് നമ്മൾ ചെയ്യാം. ആദ്യം കടന്നൊന്ന് ഉറങ്ങിക്കാളുടെ ഉറങ്ങാനായില്ല ഗൈസ്. ഞാൻ ഏറുന്ന ഈ ഓഫീസിൻ്റെ അത് കിട്ടിയാൽ പറഞ്ഞുതരാം. ഞാൻ രണ്ടെണ്ണം കിട്ടിക്കുന്നു. ഒന്ന് ഇതാക്കണം, അവിടെ ഉണ്ട്, ഇതാക്കണം, ഒന്ന് ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ നമ്മൾ ഒരു മിനിറ്റ് ഒന്നുകൂടി ക്ലീൻ ആക്കട്ടെ. അവന് പിന്നെ ഞാൻ ഇതാക്കണം, ഒരു ആർമർ ഇട്ട് കൊടുത്തിങ്ങനെ കുറച്ച് ഇതിനെ കൊന്നിട്ട് കാരണം ഉറങ്ങി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഐസിൻ്റെ ആ ഒരു സുനുള്ള സംഭവമല്ലേ, ഐസിൻ്റെ സാധനം ഞാൻ കണ്ടുപിടിച്ച് ഇൻവെൻ്ററിൽ കയറി. ഇത് എങ്ങോട്ടാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ വന്ന് ഏത് ഭാഗത്തേക്ക് കഴിഞ്ഞു, ആ ഒരു ഭാഗത്തേക്കോ ഈ ഭാഗത്തേക്കോ, നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോവുക. ഇവിടുന്ന് കുറേ വീണില്ല, കുറേ പോകുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇത് കാണാൻ കാട്ടിത്തരാം. കുറച്ച് അങ്ങോട്ട് ഓടുക. ഇതിന് വേണ്ടി നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യണം. നല്ല ഓടിയാടാ കുറച്ചു ദൂരത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണും. ഇവിടെ എനിക്ക് തോന്നി അതിനാണ് ലീശ എടുത്ത എൻ്റെ. ഇങ്ങോട്ട് വാ, വാ കയറി, വേഗം കയറി. നിങ്ങൾക്ക് മോജാങ്കിന് ഇതും കൂടി ചെയ്തോളൂ. അതിന് വെള്ളത്തിനുള്ളിൽ കൂടി അതെന്ത് പരിപാടിയാണ് മോജാങ്ക് ചെയ്തത്. അവന്ന് കുറേ ഇതല്ല ഗൈസ്, ഇതല്ല ഇലങ്ങനല്ല, വെറുതെ വട്ടം കറങ്ങി ഇലങ്ങനെ എങ്ങോട്ട് വരണ്ട. ഇവിടെ അല്ല, ഇവിടെ എവിടെയോ ആണ് ഗൈസ്. വെള്ളത്തിൽ വീണ് നമ്മൾ പെട്ടെന്ന് നമ്മളെ വയ്യ മാറിപ്പോകുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് പോവുക. ഞാൻ എങ്ങോട്ടേക്ക് അതിന് പോയേ ഗായ്സ്. ചെറിയൊരു പൊട്ടത്തന്നെ സംഭവിച്ച്. കാരണം നമുക്ക് ഈ അയൺ എടുത്തുകൊണ്ട് പോവാം. അയൺ കാരണം നമ്മൾ ഓന് വേണ്ടി നമുക്കൊരിത് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ആൾക്കാർ പാടങ്ങൾ വെള്ളത്തിൽ നൊളി. ഞാൻ പോട്ടെ, ഇങ്ങോട്ട് വേഗം വാ, കയറി വാ നമുക്ക് പോകുക. ഇതങ്ങനല്ല, ചെറിയൊരു പൊട്ടത്തരം സംഭവിച്ചതാ, സോറി. വാ കേറി പറന്ന് വാ. നല്ല സ്പീഡാണ്. പിന്നെ നമ്മൾ അങ്ങനെ കുറയൊന്നുമില്ല. ഞാൻ കുറേ നമുക്കൊരു ഡയമണ്ടിന് ഒരു ആർമർ വൈറ്റ് എടുത്താലോ ഗൈസ്. നമ്മൾ ഇതിനെക്കാട്ടി ഡ്രസ്സ് ഇതാണ്. ഞാൻ കുറേ തപ്പീനു. നമുക്ക് ആദ്യം ഇതിന് കയറേ ഓടല്ലേ. ഇതും എടുക്കുക. ഞാൻ ഇതുവരെ അതിനെ ടൈം ചെയ്തില്ല. പോടാ. എനിക്ക് ആ കളർ തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റൈഡിന് വേണ്ടി ഞാൻ ഒന്ന് അങ്ങ് എടുത്തതേ ഉള്ളൂ. ഇതിന് ഹാർട്ടും കൂടുതലാണ്. അപ്പം ഇതന്നെ ഇതങ്ങ് ദുമ്പട. എനിക്ക് തോന്നി ആ കളർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കാപ്പി ആൻഡ് വൈറ്റ്. ചെറിയ പൊട്ടത്തരം സംഭവിച്ചത്. അത് ഇങ്ങോട്ടേക്കല്ല, വെള്ളത്തിൽ വീണ്ടും പോകണം. ഇതാ ഇവനെ ഇങ്ങോട്ട് വാ. ഇല്ല വേഗം വാ, ചത്തോ ചാവൂടാ. ഇങ്ങോട്ട് വാ. ഞാൻ ആവശ്യം തൂക്കും. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കൊണ്ട് പെട്ടി കൊണ്ടുവെക്കട്ടെ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ തന്നെ കുറച്ചൊന്ന് താഴത്തേക്ക് വാങ്ങി ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ മുമ്പിലൊരു കടൽ കാണും. കടലല്ല, ഒരു ഇത് കുറച്ച് ദൂരമുണ്ട്.
ഓനട അതാ നമ്മൾ ഇവിടുന്ന് ഓടി ഇങ്ങോട്ട് കയറുക. വേഗം വാ ഓടിയാ ഇനി കയറും. ഇനി പോലെ നേരെ പോയാൽ കുറച്ചുകൂടി മുമ്പോട്ട് പോയ ആടെ ഐസിലെ സംഭവങ്ങൾ കാണാം. കാട്ടിത്തരാം ഇതാകണം. അപ്പം അതവിടെ കണ്ടാൽ നിങ്ങൾ ഇവിടെ സൈഡോട്ട് പോരുക. അതാ കണ്ട നമ്മളെ വില്ലേജ് ഐസിൻ്റെ സംഭവം ഇതാ അവിടെ ഉള്ളത്. ഞാൻ ഇതുവരെ അങ്ങോട്ട് കയറിയില്ല. ഇവിടെ എന്തുണ്ടെന്ന് എനിക്ക് അറിയൂല. ഞാൻ അങ്ങോട്ട് കയറി നോക്കിയില്ല. പിന്നെ ഓക്കെ വലുതായി നല്ല ഒന്നുമില്ല. ആ ലീഫ് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ആ സീഡൊക്കെ ഞാൻ ഒപ്പിച്ചത്. ഞാൻ ഹോസാർമർ എന്നാ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ നേരെ പറന്നങ്ങ് വന്ന് ഓയ് ഇവിടെ ഏടായിനുള്ളത് എവിടെ ഒരു പോര. ഇപ്പോൾ ഒരേല് കാട്ടിത്തരാം. ദമ്പടം ഇതൊക്കെ ഞാൻ ലൂട്ട് ചെയ്താൽ ഈ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. തീരെ പ്രൊട്ടക്ഷൻ അല്ല, നമുക്കിതെടുത്ത് കൊണ്ടുപോകാം. പിന്നെ ഇവിടുന്ന് നമ്മൾ ഈ സാധനത്തിന് നമ്മളെ ബ്രൂയിൻ സ്റ്റാൻഡും കിട്ടി. ഇത് ഞാൻ നോക്കൂല. ഇനി ഐറ്റങ്ങളെ കണ്ടാൽ ഞാൻ വീണ്ടും ഇതിനെ കൊല്ലും. എനിക്ക് തല്ലിക്കൊല്ലാൻ ഒരു സുഖമല്ല. പിന്നെ ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ വില്ലേജസിനെയും ഞാൻ ട്രാപ്പും ചെയ്തിരിക്കണം. നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇടയിൽ ഒരു അടിയാളം വെച്ചിരുന്നു ഗൈസ്. അത് ഏടായി പിന്നെ മറന്നുപോയി. ഇവിടെ അടുത്ത ഇടമൊക്കെ ഞാനൊരു അടിയാളം വെച്ചു. ഞാൻ നോക്കണ്ട. ഡാമേജ് കിട്ടി. ഇവിടെ നിന്ന് അങ്ങ് ഓടുക. ഇനി ആര് പോയി ഒന്നുകൂടിയും കിടക്കണം. വലുത് എവിടെ പോയി? ശരിക്കുള്ള ഡയറക്ഷനിലൂടെ തന്നെയല്ലേ വരുന്നത്. നോക്കണം വഴി തറ്റി പോയരുത്. ഇല്ലേ ഇത് അമ്പട. ഇവിടെ ഏതോ സ്റ്റോൺ. അതാ അവിടുന്ന് ഇങ്ങോട്ടേക്കാ ഗൈസ്. ഇങ്ങോട്ട് പോകണം. ഹോസ് 2 ബ്ലോക്കായിട്ട് ചാടൂലേ? നോക്കട്ടെ. ഇല്ലേ അല്ലേ? ഇങ്ങനെ വെച്ചാൽ ചാടുവോ? അപ്പം ഇങ്ങനെ പോയാൽ ചാവും ഗൈസ്. നമ്മൾ തിരിച്ച് നമ്മളെ ഏരിയ തന്നെ എത്തിക്കണം. പെട്ടെന്ന് ചെന്ന് ഇങ്ങുക. ഇവിടെ കൊടുക്കുന്നു. നമ്മളെ പണി വെച്ചാൽ നമുക്ക് ഇന്ന് നമ്മൾ ഇപ്പം എപ്പിസോഡിലല്ല നമ്മൾ പുര ഉണ്ടാക്കുന്നത്. നമുക്കൊരു അയൺ ആർമറാണ്. അതാണ് ഇന്നത്തെ മെയിൻ ഗോള്. അതിന് വേണ്ടി എൻ്റെ കുറച്ച് കോള് ഞാൻ കളിക്കും. ഇതൊക്കെ ഇത്രയും വീറ്റും കിട്ടിയിട്ടുണ്ടോ? പറയാൻ മറന്നതല്ല. വീറ്റും കിട്ടിയിരിക്കണ്. പിന്നെ എന്താ എനിക്ക് വേണ്ടതുള്ളത്? കുറച്ച് ഇതും വേണം. എന്നിട്ട് വുഡ് എടുത്ത് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്ത് 52 ടോർച്ച് ഉണ്ടാക്കുക. 52 ടോർച്ച് ഉണ്ടാക്കി നമുക്കെന്താ ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. എല്ലാണ്ടെല്ലാം കൂടി എടുത്തു കൊണ്ടുപോയി ചാവണമെന്ന് ഒരാഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇവനെ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് നടന്നു പോവാം. ഇവിടെ അതിനത്ര ദൂരമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവനെ നടന്നു പോകാൻ പറഞ്ഞത്. ഇതുവരെ ഞാൻ മറ്റേ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് ഒരു ലൈക്ക് മാത്രമാണ് കിട്ടിയത്. വെരി ബാഡാണ്. നിങ്ങൾ പരമാവധി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ് കുറച്ച് ലൂട്ടാൻ വന്നിരുന്നു. കാരണം നമ്മളെ ഹോസിന് വേണ്ടി ഇത് തേടാൻ അയണ്ടതാക്കാൻ ഞാൻ കുറച്ച് അയണൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗായ്സ് ഞാൻ കുറേ ഗോൾഡ് ഇതൊക്കെ കളക്ട് ചെയ്ത്, പിന്നെ ഇവിടെ ജിയോയിഡ് ഉണ്ട്, അതിന് കുറച്ച് ഷെല്ലും കളക്ട് ചെയ്ത്, അതിന് നമ്മൾ ഡയമണ്ടും നമ്മളെ ഗോൾഡും മാത്രമേ കിട്ടാത്തുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാം കിട്ടി. പിന്നെ നമ്മൾ ഇവിടുന്ന് നൈറ്റ് ആണോ എന്നൊക്കെ നോക്കിയും കണ്ടു.
ഇറങ്ങി ഓടുക. കാരണം ജിയോയിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ നേരത്തെ കണ്ടിക്കണേ. പിന്നെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സ്റ്റാക്ക് 9 എണ്ണം നമുക്ക് കിട്ടി അയണ്. അത് ധാരാളമാണ് നമുക്ക്. നൈറ്റ് ആണല്ലോ അല്ലേ? നൈറ്റ് അല്ലേ? ആ നൈറ്റ് പെട്ടെന്ന് ഉറങ്ങി. എൻ്റെ ഫുഡില്ല, നമ്മൾ ബെഡ് മാറ്റി ഫുഡാക്കുക. നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ എണീച്ച് പോവാം. ഇത് അതുപോലെ ലൈനായി നിൽക്കുകയാണല്ലോ. അവിടെ ജിയോയിഡ് നമുക്ക് നല്ല ഉപകാരം കൊടുക്കാൻ കണ്ടു. അവിടെ 2 ജിയോയിഡ്. ഇതാ സോംബി വില്ലേജർ. ഇനി ക്യൂർ ചെയ്യാൻ ഞങ്ങൾ 2 വില്ലേജ് അടുത്തുണ്ട്. അതിനെ ക്യൂർ ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ പോയി കുറച്ച് കോളും കളക്ട് ചെയ്തിക്കണം. നമ്മളെ പുറത്ത് നമ്മളെ ഹൗസ് ബേസ് ഇവ എപ്പോഴും കുറച്ച് ഡീസ്പോൺ ആയില്ലേ? ഞങ്ങളൊക്കെ പെട്ടെന്ന് ഡീസ്പോൺ ആവേണ്ടിയാണല്ലോ. ഇറങ്ങിപ്പോടാൻ എൻ്റെ ബേസ്. മറ്റോനെ തന്നെ മതി. മറ്റോന് പ്രശ്നമുള്ള ഓന് 8 ആട്ടേ ഉള്ളൂ. ഇവനാണെങ്കിൽ 11 ആട്ടുണ്ട്. അതാ പിന്നെ അവനെടുക്കാമെന്ന്. നമ്മൾ കുഴപ്പമില്ലായിരിക്കും, നമ്മളെ വേലക്കാരനാണ് വിചാരിച്ചാൽ മതി. ഇനി ഇതൊക്കെ നമുക്ക് പകുതി ഇവിടെ നോക്കി 32 എണ്ണം അപ്പട കുറച്ചുകൂടി കളക്ട് ചെയ്ത് കമ്പട. ഇതിന്ന് 5 എണ്ണം ഇങ്ങോട്ട് കുറച്ച് ഇവിടേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് എല്ലാം സെറ്റ്. ഇനി നമ്മൾ കോപ്പർ മാസ് മെൽറ്റ് ചെയ്ത് വെച്ചാൽ ഗ്ലാസ് ഉണ്ടാക്കാം. സൂം ചെയ്ത് നോക്കുന്ന സംഭവം. അപ്പം അത് പെട്ടെന്ന് സ്മെൽറ്റ് ആവട്ടെ. ഒരു ഫർണാസും കൂടി ഉണ്ടാക്കിയാലോ. പിന്നെ കുറേ ഷുഗർ കേനൊക്കെ കിട്ടി. അതൊക്കെ നമ്മൾ ഹീരോ ചെയ്യുമ്പോഴേക്കും അതൊക്കെ പൊട്ടിയോളൂ. ഇതിനി അമ്മക്ക് ഇനിയും ചുറ്റോട്ട് വെക്കുക. 2 എണ്ണം അമ്മ വേണ്ട. ഇതെന്താ ഇടിയും വെട്ടാൻ തുടങ്ങിയോ? അവിടെ കുറച്ച് ഷുഗർ കേനേ ഉള്ളൂ. അതിനെ അത്രയും വലുതാക്കി. മാറ്റിയ കുറെ ഇത് കിട്ടി. ലെതറൊക്കെ ഒന്ന് ഒതുക്കുക. എൻ്റെ ഈറ്റായി പോകുന്നു. കുറച്ച് സ്ട്രിങ്ങൊക്കെ ഒന്ന് കുറച്ച് ഇത് കളക്ട് ചെയ്യണേ. ശാന്ത പണ്ട് ഞാൻ ഇതായിട്ടുള്ളൊരു മഴ തുടങ്ങി. ഗുഡ് മോർണിംഗ്. എന്താ ഇഷ്ടമല്ലാത്തത്? ഹലോ ഗുഡ് മോർണിംഗ് ഡാ. ഇന്നടിച്ച് പെട്ടെന്ന് രൂപം മാറണോടാ എനിക്ക്. ആരാണ് ചാടി എന്നെ അതിപ്പോൾ തിരിച്ച് കൊടുത്തിച്ച്. ഇവൻ ഏതാ ആള്? ഒന്നടിക്കാനായി. നമുക്ക് കുറച്ച് ഡ്രൗണൊക്കെ ഒന്ന് നമ്മൾ വെച്ച സാധനം കിട്ടും. കോപ്പർ. എന്നാൽ അന്നേരം കൊണ്ട് അത് സ്മെൽറ്റായിട്ട് നമുക്ക് കുറച്ച് ഡ്രോണ് കിട്ടുമോ നോക്കുക. ഡ്രൗണ് ഇവിടെ കോപ്പർ ഡ്രോപ്പ് ചെയ്യണം. കോപ്പറില്ല. ഞാൻ കോപ്പറെ മുടിച്ചുള്ള ഒരുത്തന് സ്പോൺ ആകുന്നില്ല. കുറച്ച് ഫിഷ് ചെയ്യാൻ വരിക്കില്ല. സ്കൾട്ടണൊക്കെ സ്പോൺ ആയി തുടങ്ങി. എത്രയായി? നമ്മളാളി ചെറുതായിട്ട് ഒരു ആർമർ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഇതിനങ്ങനെ ആർമർ ഉണ്ടാക്കാനാവൂല. ഇല്ലല്ലേ, ലെതർ ആർമറെ നമുക്ക് ഉണ്ടാക്കാനാവും. അതിനപ്പള അറിയുന്നത്. കുഴപ്പമൊന്നുമില്ല.
ഈ പാവർട്ടിയില്ലേ പൊട്ടുക്കണ് അടിക്കലോ. ഇതൊക്കെ നമ്മൾ പെട്ടി കയറ്റി വെക്കുക. ഫിഷ് കുറച്ച് എനിക്ക് കിട്ടിയില്ല. ഫിഷ് എവിടെ പോയി? 3 കിട്ടിയുള്ളൂ അല്ലേ. അതിൽ കയറിക്കട്ടെ. കുറച്ചുകൂടി ഫിഷിനെ തല്ലിക്കൊല്ലുക. ഇതാ കുറേ ഡ്രോൺ ഇവിടെ, കുറേ ഡ്രോൺ 2-3 ഡ്രോൺ ഉണ്ട് ഇവിടെ. 3 ഡ്രോപ്പ് ചെയ്തില്ല. നമ്മൾ കോപ്പർ പിന്നെ വെള്ളത്തിനുള്ളിൽ നാനാ രാജാവ് ചാവും നമ്മൾ ഗൈസ്. ഒരു 10-20 എണ്ണത്തിന് എടുത്ത് കൊണ്ടുപോകണം. പിന്നെ നമുക്ക് ഇവിടെ ഇതാക്കണം. വീണ്ടും ഇവിടെ ഉണ്ട്. ചാവടാ ചാവില്ല. എന്തേത്തെ പരിപാടിയാണ് ഇവിടെ. ഒന്ന് ഡ്രോപ്പ് ആയില്ലല്ലോ ഇവിടെ. ഒരു ഫിഷ് ഇതാക്കണം. ബോണ് ഒക്കെ നല്ല ഉപകാരപ്പെടും. ഇവിടെ എടോ ഇനി ഉണ്ടോ? ഇവിടെ എവിടെ കാണുന്നില്ലല്ലോ ഫിഷ്. 2 വന്നു. ഞാനിപ്പോൾ എന്താ ഇവനിത് എന്ത് സ്പീഡാ കിട്ടി കൊടുക്കില്ല. 4 കിട്ടി. കുട്ടികളും ഡ്രോപ്പ് ചെയ്യൂലേ ഫിഷ്. അപ്പം ചാവ് ഈ നമ്പ് വിടൂല വെള്ളത്തിനോട് കൂടി. എനിക്ക് 11 ലെവലുണ്ട്. ലെവല് പോക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇവനെയും കൂടി പെട്ടെന്ന് കൊല്ല. പാറങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഇരുന്നിട്ട് നമുക്കൊരു ബേസ് ഉണ്ടാക്കണം, ഒരു ഹൗസ്. അതിനെനിക്ക് കുറേ ഗ്യാതറിങ് നടത്താണ്ട്. വുഡ് കുറേ കളക്ട് ചെയ്യണം. ഇനിയുണ്ടോ കുറേ? ടോട്ടൽ നമ്മളൊരു ഇത്രയാണായി. കുറേ ബോണും ഉണ്ട്. നമുക്കിപ്പോൾ എന്താ ചെയ്യാം? നമ്മളാ ഫിഷും എടുത്ത് നമുക്ക് പോലെ ഇതിലേക്ക് പോകാം. അതിന് കൂടെ എത്ര എണ്ണുണ്ട്. നമ്മളുള്ള മറ്റേ ടൂളൊക്കെ കയറ്റി വെക്കുക. കുറച്ച് സ്റ്റിക്ക് കൊടുത്ത് ഒരു പെക്കാസും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളെ പഴയ ടൂളൊക്കെ അതിലേയും ഇതെടുക്കാണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ള ബാക്കിയുള്ള ബ്രെഡ് അവിടെ പോയി. നല്ല സ്പീഡ് തന്നെ കുറയുന്നുണ്ട്. ഇതിലും ഉണ്ട്. അതിന് കോപ്പർ എടുത്ത് ഇവിടെ വെക്കുക. ഇനി അത് സ്മെൽറ്റ് ആട്ടാൻ നേരം കൊണ്ട് ഇന്ത്യയിൽ ഫിഷ് അവിടെ പോയി. ഫിഷ് അങ്ങോട്ട് കയറ്റി വെച്ചോ? ഇല്ല, അടിയിൽ ഉള്ളത് അയണോ സ്മെൽറ്റായി. അപ്പം എത്ര അയണം എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അവിടെ പോയി ഓടല്ലോ ലീശ് പിടിക്കാനറിഞ്ഞു. നമുക്ക് ഒന്നങ്ങോട്ട് പോവുക. ഇവന് നിങ്ങൾ നല്ല പേര് സജസ്റ്റ് ചെയ്യണം. ഇവിടെ ഓരോ പൂച്ച ഇതിനുള്ളിലുണ്ടോ? അതിനുള്ള പൂച്ചൊന്നുമില്ല. ഇവിടെ എവിടെ ഉണ്ടാവും. എനിക്ക് വിശ്വാസമല്ല കേട്ടോ. ഇവിടെ എവിടെ തന്നെ ഉണ്ടാവും പൂച്ച. അതാക്കണം പൂച്ച.
ഓടി. ആ പൂച്ച ഓടി. ഓടല്ലോ ഞാൻ മെല്ലെ അവിടെ ഓടി. എനിക്കത് മര്യാദയ്ക്ക് സുഖം. അവിടെ ഞാൻ തിന്ന് തീർക്കൂട്ടോ എൻ്റെ മീന്. എൻ്റെ അങ്കിൾ ഒന്ന് ഫുള്ളാകട്ടെ. ഒന്ന് തിന്നടായി. തിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കൊണ്ടാകത്തില്ല. അതങ്ങോട്ട് പോയി. ഒരു ആരോ കിട്ടി. ആരോ ഒക്കെ എന്തിനാ എനിക്ക് അതിനെ കണ്ടപ്പോൾ ഞാൻ വിടുവച്ച പൂച്ച കാണുന്നു. വേറെ ഒരു കുട്ടിയാ. ടൈം ആവാൻ മതിയില്ല. ഇതിനൊന്നും കാണുന്നില്ല ഞാൻ. ആ ഒരു പൂച്ച ഇവിടെ ഉള്ളൂ. ഇവിടെ വന്ന പൂച്ച സ്പോണാകത്ത്. ക്യാറ്റ് ചങ്ങായ തന്നെ എങ്ങനെയൊക്കെ എൻ്റെ ആ ലീഡില്ലേ, ആ ലീഡ് ഞാൻ അവന് കൊടുത്തില്ലേ. എപ്പം നൈറ്റായി. ഞാൻ ബെഡ് എടുത്തില്ല. ബെഡും കൂടെ എടുത്തില്ലെങ്കിൽ നല്ലതാ. അങ്ങനെ നമ്മൾ കടന്ന് നമ്മളൊരു പൂച്ചനെ കിട്ടാൻ മതിയില്ല നമ്മൾ ഗൈസ്. എടി കാണുന്നില്ല ഒരു പൂച്ചന ഇവിടെ ഇല്ല. ഞാൻ വെറുതെ ഒന്ന് നമ്മളെ ലാബ് ഞാൻ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. കുട്ടിയെ ഏടാ പൂച്ചനെ കണ്ടീനോ നാട്ടുകാരെ? പൂച്ചനെ കണ്ടീനോ? എൻ്റെ പൂച്ചനെ വേണം. പൂച്ച ഓടിച്ചു. പൂച്ച ഇവിടെ മറ്റോ തന്നെ ഉണ്ടായല്ലോ. അവിടെ തന്നെ നോക്കുക. മറ്റേ വില്ലേജിൽ പോയി നോക്കുക. എൻ്റെ കയ്യിൽ അവിടെ ഒരു ലീഡുണ്ട്. ആ ലീഡ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട് ഇതാക്കണം. പക്ഷേ എനിക്ക് ട്രാപ്പ് ചെയ്യാൻ കഴിയില്ല. ഓടി അവനപ്പം തിന്നു. കണ്ണു നേരെ നിക്കടായി. ശിവനെന്ത് എന്ത് കളിക്കാണ്? അവിടെ ഇവനിത് കൺട്രോൾ ആവുന്നില്ല കേട്ടോ. ഒന്ന് നിക്കടാ. ടൈമായി. യോ ഫൈനലി ടൈമായി. ഇങ്ങ് വായി. വാ. ഇവൻ നമ്മളെ ടെലപ്പോർട്ട് ചെയ്യും. നമ്മളെ ഡോഗിനെ പോലെ ഇവന്. നോക്കട്ടെ. ടെലപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ടെലപ്പോർട്ട് ചെയ്യും. എത്ര ദൂരത്തിന് എത്ര വട്ടം ഇങ്ങോട്ട് വരുമില്ല. നമ്മൾ ഇത് കയ്യിൽ നിന്ന് പോക്കി പിടിച്ചു പോവുക. അല്ലാണ്ടെനിക്കൊരു പേടി. അതെ വാ, നമുക്ക് ഓടി തന്നെ പോവാ. പോരൂലേ? വാ. ഓടി ടെലപ്പോർട്ട് അടിച്ച് വാ. വേം വാ. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ബേസ്. നോക്കി വെച്ച ക്രീപ്പർ തന്നെ ഓടിപ്പിക്കാനുള്ളതാണ്. നോക്കിക്കൊണ്ട് വേഗം വാ. ഇനി ഇവിടെ ക്രീപ്പറിനെ ഈ അടിപ്പിക്കാൻ പറ്റൂല. അതാണ് എൻ്റെ ജോലി. ഞാൻ താര ടൈം ചെയ്ത് ഇപ്പം ലൈഫ് ഇടക്ക് പൂച്ച ഈ അവിടെ പോയി. അത് ശരി, വല്ലാത്ത ആളെന്നാണല്ലോ.
എൻ്റെ ബെഡുമ്മ കയറി നീ ഇരുന്നോ? ആ നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന്? അയണ ആർമറായില്ല. നാന്ത പൊട്ടനാണ്. നമ്മൾ അയണം കൂടെ കൊണ്ട് വെച്ചിക്കണ്. ഇനി എന്താ വേണ്ടി? ഞാൻ 2 ബൂട്ടുണ്ടാക്കി. ആരും നോക്കല്ല, ഞാൻ പാൻ കൊടുത്തില്ല. നോക്കല്ല അങ്ങോട്ട്. ഞാൻ പാൻറ് പെട്ടെന്ന് കൊടുത്തിട്ട് വരാം. ഇപ്പോഴാണ് നമ്മൾ റെഡിയായി. ഞാൻ തിരിച്ചു പോയി ഒരു ബൂട്ട് എക്സ്ട്രാ ഉണ്ടാക്കി. ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, പിന്നെ ഷെയർ, പിന്നെ സബ് ഒരിക്കലും മറക്കരുത്. അതാണ് നമ്മളെ പൂച്ച. നമ്മൾ ഈ 3 ആൾക്കാർക്ക് നമുക്ക് ഓരോ പേരിടണം. നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം റോസിനാണ്. അത് നല്ല റയറാണ് സംഭവം സ്പോണാവാൻ. അന്നത്തെ വീഡിയോ എത്ര എല്ലാവർക്കും ബൈ ബൈ. സബ് മറക്കരുത്.